മലയാള സിനിമയ്ക്ക് ലഭിച്ച അത്ഭുത പ്രതിഭയായിരുന്നു കലാഭവൻ മണി. കോമഡിയും വില്ലനിസവും നായകനായും അങ്ങനെ എല്ലാ ടൈപ്പ് കഥാപാത്രങ്ങളെയും അനായാസം അഭിനയിച്ചു തീർക്കുന്ന കലാകാരനായിരുന്നു അദ്ദേഹം. മലയാളത്തിൽ ദിലീപും കലാഭവൻ മണിയും തമ്മിൽ വർഷങ്ങളായി ബന്ധമുണ്ടെന്ന് എല്ലാവർക്കും അറിയുന്നതാണ്. മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമായ മണിയുടെ ഓർമ്മകൾ ദിലീപ് ഓർത്തെടുക്കുന്നു. കലാഭവൻ മണിയെക്കുറിച്ചുള്ള ഏതു കാര്യവും മലയാളികൾക്ക് സന്തോഷം നൽകുന്നതാണ്. സല്ലാപം എന്ന സിനിമയിൽ തുടങ്ങിയ സൗഹൃദമാണ് ദിലീപും കലാഭവൻ മണിയും തമ്മിലുള്ളത്. അതിനുശേഷം കല്യാണ സൗഗന്ധികം, ഉല്ലാസ പൂങ്കാറ്റ്, വെട്ടം, മായ പൊന്മാൻ തുടങ്ങിയ ചിത്രങ്ങളിൽ ഇരുവരും ഒന്നിച്ച് പ്രേക്ഷകരെ ചിരിപ്പിച്ചു. അദ്ദേഹത്തെക്കുറിച്ച് ദിലീപ് ബിഹാൻ വുഡ്സിലൂടെ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധ നേടുകയാണ്. മണിയെ ആദ്യമായിട്ട് കാണുന്നത് ആലുവ പാലസിൽ വെച്ചായിരുന്നു. ഒരു ഷോയ്ക്ക് പോകാൻ വേണ്ടിയിട്ട്. പിന്നീട് ഒരുമിച്ച് ചെയ്യുന്നത് ലോഹിതദാസിന്റെ സല്ലാപത്തിലൂടെയാണ്. അതിനുശേഷമാണ് ഞങ്ങൾ ഒരുമിച്ച് നല്ല കമ്പനിയാവുന്നത്. അത്രയ്ക്കും വലിയ സൗഹൃദമുണ്ട് ഞങ്ങൾക്കിടയിൽ. ഏകദേശം 2010 വരെ ഞാനും മണിയും ഒരുമിച്ചായിരുന്നു എല്ലാ ഷോയും ചെയ്തുകൊണ്ടിരുന്നത്. മണിയും നാദൃഷയും ഇല്ലാതെ ഞാൻ എവിടെയും പോയിട്ടില്ല. ഞങ്ങൾ പരസ്പരം സഹോദരന്മാരെ പോലെയായിരുന്നു. പിന്നെ ഷോയ്ക്ക് പോകുമ്പോൾ മണിയുണ്ടെങ്കിൽ ഭക്ഷണമെല്ലാം സെറ്റായിരിക്കും. മണിയുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ഭക്ഷണം ഉണ്ടാവും. കഞ്ഞി, ചിക്കൻ ഇതൊക്കെ ഉണ്ടാവും. മണി എല്ലാവർക്കും ഭക്ഷണം ഉരുട്ടി വായിൽ വെച്ചു കൊടുക്കും. അങ്ങനെ എല്ലാവരും ചെയ്യുന്ന ഒന്നല്ലാതൊന്നും. അവൻ നല്ല പ്രതിഭാശാലിയായിരുന്നു. എനിക്ക് തോന്നുന്നു മലയാള സിനിമ അവനെ വേണ്ട വിധത്തിൽ ഉപയോഗിച്ചിട്ടില്ല. പെട്ടെന്നായിരുന്നു ഞങ്ങളെ വിട്ട് അവൻ പോയത്. അത് ശരിക്കും വല്ലാത്തൊരു വേദനയായിരുന്നു. ഏത് ഷോ ചെയ്യുമ്പോഴും മണിയുണ്ടെന്ന രീതിയിൽ തന്നെയാണ് പിന്നീട് ഓരോ പ്രോഗ്രാമും ചെയ്തുകൊണ്ടിരുന്നത്. 2017 ഞാൻ ലാസ്റ്റ് ഷോ ചെയ്തത്. അന്നും ഇതുപോലെ മണി സ്റ്റേജിലുണ്ട് എന്ന ഫീലിലാണ് പ്രോഗ്രാം ചെയ്തത്. മണിയും നാദൃഷയും ഞാനും അങ്ങനെയായിരുന്നു. ഞാനില്ലെങ്കിലും മണിയും നാദൃഷയും ഷോ ചെയ്തിട്ടുണ്ട്. പക്ഷേ അവരില്ലാതെ ഞാൻ പോയിട്ടില്ല. വിനയൻ സംവിധാനം ചെയ്ത രാക്ഷസരാജാവ് എന്ന സിനിമയിൽ കലാഭവൻ മണിയും ദിലീപും കൂടെയുള്ള ഒരു ഷോട്ട് ഉണ്ടായിരുന്നു. ഷോട്ട് എടുക്കുന്നതിന് തൊട്ട് മുന്നേ മണി എന്തോ ഒരു കാര്യം ദിലീപിനോട് പറയുകയും ദിലീപ് അതിന് മറുപടി പറയുകയും ചെയ്തു. ശേഷം ഇരുവരും പൊട്ടിച്ചിരിയായി. അവസാനം ഷോട്ട് തുടങ്ങിയിട്ടും ചിരി നിർത്തുന്നില്ല. അവസാനം വിനയൻ ആ ഷൂട്ടിംഗ് വരെ നിർത്തിവെച്ച സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് ദിലീപ് ഓർത്തെടുത്തു. 2016 മണിനാഥൻ നിലച്ചത്. മലയാള സിനിമയെ ഞെട്ടിക്കുന്ന വാർത്തയായിരുന്നു അത്. മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക്, കന്നഡ സിനിമകളിലും കലാഭവൻ മണി അഭിനയിച്ചിട്ടുണ്ട്. ലോകസുന്ദരി ഐശ്വര്യ റായ്ക്കൊപ്പം എന്തിൻ എന്ന സിനിമയിൽ അഭിനയിച്ചയാളാണ് അദ്ദേഹം. പോയി മറഞ്ഞു പറയാതെ എന്ന ചിത്രമാണ് അവസാനം റിലീസ് ചെയ്തത്.